ഹലോ, ഡിസംബറിങ്ങെത്തി എന്ന് വെച്ചാൽ ക്രിസ്മസ് ഇങ്ങെത്തി എന്നർത്ഥം അല്ലേ? ഈ ക്രിസ്മസിന് മുമ്പുള്ള 4 ആഴ്ചത്തെ ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ് ആഗമനകാലം. ഈ ആഗമന കാലത്തിലെ 1ാമത്തെ ഞായറാഴ്ച മുതൽ ക്രിസ്മസിൻ്റെ അന്ന് വരെ നമ്മൾ നടത്തുന്ന തയ്യാറെടുപ്പിൻ്റെ പ്രതീകമാണ് അഡ്വെൻറ്റ് റീത്ത്. ഈ അഡ്വെൻറ്റ് എന്ന പേര് വന്നത് വരുന്നു എന്നർത്ഥമുള്ള അഡ്വത്തൂസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഈ എവർഗ്രീൻ ശാഖകൾ കൊണ്ടുള്ള റീത്തിൽ 5 തിരികൾ നമുക്ക് കാണാറുണ്ട് അല്ലേ? വിശുദ്ധ കുർബാനയിൽ തിരുവസ്ത്രങ്ങളും നിറങ്ങളും അനുസരിച്ച് ആഗമനകാലം 1, 2, 4 ഞായറാഴ്ചകളിൽ വയലറ്റ് നിറത്തിലുള്ള തിരികളായിരിക്കും നമ്മൾ കത്തിക്കുന്നത്. 3ാമത്തെ ഞായറാഴ്ച റോസ് കളറുള്ള തിരിയും ക്രിസ്മസ് ദിനത്തിൽ വൈറ്റ് കളർ തിരിയാണ് നമ്മൾ കത്തിക്കാറുള്ളത്. ഇനി ഓരോ ഞായറാഴ്ചയും നമ്മൾ എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്ന് അറിയണ്ടേ? ആഗമനകാലത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച പ്രവാചകന്മാരുടെ ഞായറെന്നും പ്രത്യാശയുടെ ഞായറെന്നും വിളിക്കപ്പെടുന്നുണ്ട്. അന്ന് നമ്മൾ ഒരുക്കത്തോടെ പ്രത്യാശയുടെ വയലറ്റ് നിറത്തിലുള്ള തിരിയാണ് തെളിയിക്കുന്നത്. ഏഷ്യ പ്രവാചകന്റെ പ്രവചനമാണ് ഈ പ്രവാചക വെളിച്ചത്തിൻ്റെ അർത്ഥവും അടിസ്ഥാനവും. ഒരുക്കത്തിൻ്റെ ഈ ആദ്യത്തെ മെഴുകുതിരി വരാനിരിക്കുന്ന മിശിഹായുടെ പ്രതീക്ഷയാണ് പ്രതിനിധീകരിക്കുന്നത്. ആഗമനൊരുക്കത്തിൻ്റെ 2ാമത്തെ ഞായർ മാലാഖമാരുടെ ഞായറെന്നും സമാധാനത്തിൻ്റെ ഞായറെന്നും വിളിക്കപ്പെടുന്നുണ്ട്. അന്ന് നമ്മൾ ഒരുക്കത്തോടെ സമാധാനത്തിൻ്റെ വയലറ്റ് മെഴുകുതിരിയാണ് തെളിയിക്കുന്നത്. ദൈവം മാലാഖമാർ വഴി ആട്ടിടയന്മാർക്ക് നൽകിയ വെളിപ്പെടുത്തലാണ് അന്ന് തെളിയുന്ന ഈ വെളിച്ചത്തിൻ്റെ അർത്ഥവും അടിസ്ഥാനവും. ആയതിനാൽ ഒരുക്കത്തിൻ്റെ ഈ 2ാമത്തെ മെഴുകുതിരി പകർന്നു നൽകേണ്ട സമാധാനത്തെയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ആഗമനകാല ഒരുക്കത്തിൻ്റെ 3ാമത്തെ ഞായർ ഇടയന്മാരുടെ ഞായറെന്നും സന്തോഷത്തിൻ്റെ ഞായറെന്നുമാണ് അറിയപ്പെടുന്നത്. അന്ന് നമ്മൾ ഒരുക്കത്തോടെ റോസ് നിറമുള്ള മെഴുകുതിരിയാണ് തെളിയിക്കാറുള്ളത്. ഈ ഞായറാഴ്ചയെ ഗൗദത്തെ ഞായർ എന്നും വിളിക്കുന്നുണ്ട്. ഗൗദ എന്ന ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം സന്തോഷിക്കുക എന്നാണ്. ഇടയന്മാർക്ക് മാലാഖമാവയിൽ ലഭിച്ച സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് അന്ന് തെളിയുന്ന ഈ വെളിച്ചത്തിൻ്റെ അർത്ഥവും അടിസ്ഥാനവും. അങ്ങനെ ഒരുക്കത്തിൻ്റെ ഈ 3ാം മെഴുകുതിരി നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആഗമനകാല ഒരുക്കത്തിൻ്റെ 4ാമത്തെ ഞായർ ബെത്ലഹേം ഞായറെന്നും സ്നേഹത്തിൻ്റെ ഞായറെന്നും അറിയപ്പെടുന്നുണ്ട്. അന്ന് നമ്മൾ ഒരുക്കത്തോടെ സ്നേഹത്തിൻ്റെ വയലറ്റ് മെഴുകുതിരിയാണ് തെളിയിക്കുന്നത്. ബെത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഉണ്ണി യേശുവിലൂടെ നൽകപ്പെട്ട ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ് അന്ന് തെളിയുന്ന ഈ ബെത്ലഹേം വെളിച്ചത്തിൻ്റെ അടിസ്ഥാനവും അർത്ഥവും. അങ്ങനെ ഒരുക്കത്തിൻ്റെ ഈ 4ാം മെഴുകുതിരി ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആഗമനകാല ഒരുക്കത്തിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്മസ് ദിനം. ഉണ്ണി യേശുവിൻ്റെ പിറന്നാൾ ദിനമായ ക്രിസ്മസ് ദിനമായ അന്ന് നാം ലോകത്തിലേക്ക് വന്ന ക്രിസ്തുവിൻ്റെ ജീവിതത്തെ അർത്ഥമാക്കുന്ന വെള്ള നിറത്തിലുള്ള തിരിയാണ് തെളിയിക്കുന്നത്. വെള്ള നിറം വിശുദ്ധിയാണ് എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളത്. അപ്പോൾ ഈ ക്രിസ്മസ് എന്താണെന്ന് നമുക്കറിയാമെങ്കിലും ഈ അഡ്വെൻറ്റ് റീത്ത് എന്താണെന്നുള്ളത് നമുക്ക് പലർക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ പിടിയിട്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.